ഇസ്രയേലിന് ആയുധം നൽകാൻ വിസമ്മതിച്ച ബ്രിട്ടനും ഫ്രാൻസും. സ്വന്തമായി യുദ്ധ ടാങ്ക് നിർമ്മിച്ചിറക്കി ഇസ്രയേൽ സേനയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മെർക്കാവ ടാങ്ക്. ഇസ്രയേലിന്റെ ടാങ്കുകൾ എന്നും ലോകത്ത് ചർച്ചാ വിഷയമാണ്. ഇപ്പോഴിതാ ടാങ്ക് നിർമ്മാണം കൂട്ടാനൊരുങ്ങുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ ശ്രദ്ധേയ ടാങ്കായ മെർക്കാവ ഉൾപ്പെടെ വിവിധ ടാങ്കുകളും കവചിത വാഹനങ്ങളും കൂടുതലായി നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിനായി $150 കോടി നിക്ഷേപം നടത്തിയിട്ടുണ്ട്. രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം 5 യുദ്ധങ്ങളിൽ പങ്കെടുത്തെങ്കിലും 1967 മെയിൻ ബാറ്റിൽ ടാങ്ക് സ്വന്തമായി വേണമെന്ന തീരുമാനം ഇസ്രായേൽ എടുക്കുന്നത്. സമതലങ്ങളും മരുഭൂമികളും നിറഞ്ഞതാണ് ഇസ്രായേലിന്റെയും ചുറ്റുമുള്ള രാജ്യങ്ങളുടെയും പ്രകൃതി. 1978 മെർക്കാവ ടാങ്കുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. തൊട്ടടുത്ത വർഷം ഇവ സൈന്യത്തിലെത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് ടാങ്കുകളായാണ് മെർക്കാവ ടാങ്കുകൾ വിലയിരുത്തപ്പെടുന്നത്. മികവുറ്റ സസ്പെൻഷൻ സംവിധാനമായിരുന്നു ഇതിന്റെ കാരണം. മെർക്കാവയുടെ ആദ്യ 2 വകഭേദങ്ങളിലും 105 മില്ലിമീറ്റർ തോക്കുകളാണ് ഉപയോഗിക്കപ്പെട്ടത്. ഇന്നത്തെ കാലത്തെ ടാങ്ക് പീരങ്കികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതാണിത്. ടാങ്ക് യുദ്ധത്തിന് പറ്റിയ മേഖലകളാണ് ഇസ്രായേലിലുള്ളത്. 1967 സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലിന് ചില നവീന ആയുധങ്ങൾ നൽകാൻ വിസമ്മതിച്ചു. ഇതേ തുടർന്ന് ടാങ്ക് സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തി. ഇതേ തുടർന്നാണ് മെർക്കാവ ടാങ്കുകൾ ഇസ്രായേൽ സൃഷ്ടിച്ചത്. ഹീബ്രു ഭാഷയിൽ രഥം എന്നാണ് മെർക്കാവയുടെ അർത്ഥം. US, ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സവിശേഷതകൾ സമന്വയിപ്പിച്ചാണ് മെർക്കാവ ടാങ്കുകൾ വികസിപ്പിച്ചിട്ടുള്ളത്. ടാങ്ക് സുരക്ഷയ്ക്ക് ആദ്യ സ്ഥാനം, ആയുധശേഷിക്ക് 2ാം സ്ഥാനവും വേഗത്തിന് അവസാന സ്ഥാനവും നൽകിയാണ് ടാങ്ക് വികസിപ്പിച്ചെടുത്തത്. 1970 ജനറൽ ഇസ്രായേൽ ടാങ്ക് എന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥന് ടാങ്ക് നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. കവചിത ഇന്ധന ടാങ്കുകൾ ഈ യുദ്ധവാഹനങ്ങൾക്കുണ്ട്. പെട്ടെന്ന് തീയണയ്ക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. 4 സൈനികർക്ക് ടാങ്കിലിരിക്കാൻ സാധിക്കും. റോഡിൽ മണിക്കൂറിൽ 64 കിലോമീറ്റർ എന്ന വേഗവും റോഡല്ലാത്ത സാഹചര്യങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ എന്ന വേഗവും ഈ ടാങ്കിന് കൈവരിക്കാം. ആഗോളതലത്തിലെ പ്രധാന യുദ്ധ ടാങ്കുകളിൽ അമേരിക്കൻ M1 അബ്രാംസിന് ഒരു ഐതിഹാസിക പദവിയുണ്ട്. വേഗത, ഫയർ പവർ, കവചം എന്നിവയാണ് സമാനതകളില്ലാത്ത അതിന്റെ സവിശേഷതകൾ. പതിറ്റാണ്ടുകളായി അത് യുദ്ധക്കളത്തിലെ തർക്കമില്ലാത്ത രാജാവായി തുടരുകയാണ്. അതിനോട് കിടപിടിക്കാൻ സാധിക്കുന്നതാണ് ഇസ്രായേലിന്റെ മെർക്കാവ 4. പരമ്പരാഗത അളവുകോലുകൾ അടിസ്ഥാനമാക്കി മെർക്കാവയെ മറ്റ് ടാങ്കുകളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. പരമ്പരാഗത ടാങ്ക് യുദ്ധങ്ങളിൽ M1 അബ്രാംസ് രാജാവായി തുടരുമ്പോൾ മെർക്കാവ 4ന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. മെർക്കാവയുടെ ഏറ്റവും അസാധാരണമായ സവിശേഷത അതിന്റെ മുൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിനാണ്. ലോകത്തിലെ മറ്റെല്ലാ ടാങ്കുകളിലും എഞ്ചിൻ പിൻഭാഗത്താണ്. ടാങ്കിന്റെ മുൻവശത്ത് കൂറ്റൻ എഞ്ചിനും ട്രാൻസ്മിഷൻ ബ്ലോക്കും സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലി ഡിസൈനർമാർ വ്യത്യസ്തതയോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് എന്നും ഇതൊരു നേട്ടമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.